ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറത്ത് ഷഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വന്തം ജീവൻ ഇല്ലാണ്ടാക്കിയ ഒരു കഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത കേട്ട ടൈമിൽ ഒരു ഷോക്കായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കകം ആ ഒരു പെൺകുട്ടി ജീവനില്ലാണ്ടാക്കുന്നത്, അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലേ, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ, അമ്മ, സഹോദരിമാരൊക്കെ പലതരത്തിലുള്ള പീഡനങ്ങൾ ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് അനുഭവിച്ചിട്ട് അതൊന്നും സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ ആരെങ്കിലും പറയാൻ പറ്റാതെ ഇനിയിപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർക്ക് അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താനാവാതെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്വന്തം ജീവനെ ഒരുപാട് പെൺകുട്ടികൾ അത്തരത്തിൽ 1-2 കേസൊന്നുമല്ല, ഒരുപാട് കേസുകൾ നമ്മൾ ഇപ്പം അടുത്ത് തന്നെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അവർ ജീവനില്ലാണ്ടാക്കിയിട്ടുള്ള ഒരു കാരണം അവരെ കുറ്റം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ പറയുന്നത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്തൂടെ, നമ്മൾ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ സ്ട്രോങ് ആയി നിന്ന് ജീവിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ പെൺകുട്ടികളും മെൻ്റലി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികളൊന്നല്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും വീക്കാണ്. പക്ഷേ പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റുന്നതും വീക്കാക്കി മാറ്റുന്നതൊക്കെ. അപ്പം എല്ലാ പെൺകുട്ടികൾക്കും അത് തരണം ചെയ്യാനുള്ള ആ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ആ ഒരു തൻ്റെ ഇടം എല്ലാവർക്കും ഉണ്ടായി എന്നൊന്നും വരില്ല. അപ്പോൾ ചിലവർക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമാണത്. പക്ഷെ ഒരിക്കലും ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യലട്ടെ. പറയുക ഈ പെൺകുട്ടികളെ കുറ്റം പറയുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾക്കത് പൊരുതി ജയിച്ചൂടെ എന്ന് പറയുന്ന ആളുകൾ, അത് നമുക്ക് എന്താ പറയുക, നമ്മൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കൂടെ ആരുമില്ല അല്ലെങ്കിൽ ഇനി എന്താണ് നമ്മുടെ ലൈഫ് എന്ന് ചിന്തിക്കുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു ഓപ്ഷൻ ഇതായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു പെൺകുട്ടി അത്രയും എന്താ പറയുക, അവളെ കൊണ്ട് ഇനി സ്ട്രഗിൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ടായിരിക്കാം അവൾ ആ ഒരു ഇത് തിരഞ്ഞെടുത്തത്. ഒരിക്കലും നമ്മളതിന് ഒരു പെൺകുട്ടിയെ മാത്രം കുറ്റപ്പെടുത്താൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതിന് പിന്നിലേക്ക് അവളെ നയിച്ചു വിട്ട കുറച്ച് കാരണങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ ആരും തന്നെ എന്താ പറയുക ന്യായമായിട്ട് ചോദ്യം ചെയ്യുകയും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാത്തതും കാരണമാണ് പിന്നീട് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ഷഹാന കേസിൽ എന്താ പറയില്ല, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. പലതരത്തിലുള്ള കേസ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കളറിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് അത് മറ്റാരുമല്ല, സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയും 20 ദിവസം കൂടെ താമസിച്ച ഒരു ഭർത്താവ് പിന്നീട് ഗൾഫിലേക്ക് പോയിട്ട് ഇനി എനിക്ക് നിന്നെ വേണ്ട, 20 ദിവസമല്ല നിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ, ഇനി നീ എന്താ പറയുക നമുക്ക് ഡിവോഴ്സ് ആവാന്നൊക്കെ പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്. 20 ദിവസം പോയിട്ട് ഒരു ദിവസം തന്നെ നമ്മൾ ഒരാളെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ അവരെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് പെൺകുട്ടികളുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. 20 ദിവസം സ്വന്തം ഭർത്താവായിട്ട് തന്നെ കണ്ടിട്ട് പെട്ടെന്നൊരു നാൾ പിരിഞ്ഞു പോകാമെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അത്രയും എന്താ പറയുക, അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഒക്കെ അവൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം ആ പെൺകുട്ടി എടുത്തത്. ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് ആ പെൺകുട്ടിയുടെ ഒരു അയൽവാസിയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ട് ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നി. അവൾ കളിച്ച് ചിരിച്ച് നടക്കേണ്ട ആ ഒരു പ്രായത്തിൽ അവളുടെ ആ ഒരു ജീവനില്ലാണ്ടാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു പോസ്റ്റ് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്, മനസ്സ് വല്ലാതെ മരവിച്ച് പോയിരിക്കുന്നു. പഠിക്കാനൊക്കെ മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി. ഷാനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത് എന്റെ മകളുടെ കൂടെ UP സ്കൂളിൽ പഠിക്കുമ്പോൾ സബ് ജില്ലയിൽ ഒരു നൃത്ത മത്സരത്തിൽ പങ്കെടുത്ത ഓർമ്മകളാണ്. വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ മരണം ഭരിക്കേണ്ടി വന്ന കുഞ്ഞുമോള് വല്ലാത്തൊരു വിധി. ഒന്നുകിൽ വിവാഹം കഴിക്കുന്ന ചെറുക്കന് വധുവിനെ സംരക്ഷിക്കാനുള്ള മനസ്സ് വേണം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് കേറി വരുന്ന പെൺകുട്ടിയെ മകളായി കാണാനുള്ള സംസ്കാരവും വിവേകവും വേണം. ഇത് രണ്ടും ഇല്ലാത്ത ഒരു കുടുംബമായി പോയി. കുട്ടിയെ 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ പെൺകുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ബന്ധങ്ങൾ വരുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ്. ഈ കുട്ടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വരൻ വിദേശത്തേക്ക് പോകുന്നു. കുട്ടി ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയിട്ട് വിവാഹം കഴിക്കാമെന്ന തീരുമാനവും ആയിരുന്നു. ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ചെറുക്കന് കുട്ടിയെ കുറിച്ച് ഒരു പരാതിയും ഇല്ലായിരുന്നു. വിദേശത്ത് പോയപ്പോഴാണ് കുട്ടി നിറം പോരാ, സൗന്ദര്യം പോരാ എന്നൊക്കെ തോന്നിയത്. അതിന് നിരന്തരം ഫോൺ വിളിച്ച് മാനസികമായിട്ട് കുട്ടിയെ തളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഉണ്ടായിരുന്നു. കുട്ടിയുടെ പിതാവ് വിദേശത്തായിരുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിക്കാണ് നാട്ടിലെത്തിയത്. നിക്കാഹ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതാണ്. കല്യാണം അടുപ്പിച്ച് നാട്ടിലേക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. നവവധുവായി ഖദർ മണ്ഡപത്തിൽ നിൽക്കുന്ന മകൾക്ക് പകരം വെള്ളത്തുണിയിൽ മൂടിപ്പുതച്ച മകളുടെ മയ്യത്താണ് ആ പിതാവിന് കാണാൻ കഴിഞ്ഞത്. എന്തൊരു ലോകമാണ് നമ്മുടേത്! എന്തോരം തരം മനുഷ്യരാണ് ചുറ്റും. എന്തായാലേ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പ്രായം, സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും എന്താണ് ഏതാണ് ഒന്നും എന്താ പറയുക വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായം തന്നെ വേണമെന്ന് പറയാൻ. 19 വയസ്സ് 18 വയസ്സ് എന്നൊക്കെ പറയണ അത്രയേ ഉള്ളൂ. പെൺകുട്ടികൾ ഉല്ലസിച്ച് കളിച്ച് തൻ്റെ വീട്ടുകാരൊപ്പം എന്താ പറയുക തൻ്റെ അനിയന്മാരായിട്ട് തല്ലൂടി ഏട്ടന്മാരായിട്ട് തല്ലൂടി വീട്ടിൽ എല്ലാ കുറുമ്പും കാട്ടി നടക്കുന്ന ഒരു പ്രായം അത്രേ ആയിട്ടുള്ളൂ. ആ ഒരു പ്രായത്തിൽ തന്നെ അവർ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട് ഇനി ഒരു നിലയിലേക്ക് എത്തിച്ച് സത്യം പറഞ്ഞാൽ അവർ പാരൻസിൽ ഇതിൽ മുക്കാഭാഗം പങ്ക് പാരൻസിനുണ്ട് എന്ന് വേണം പറയാൻ. നമ്മുടെ ഒരു കുട്ടിയെ നമുക്ക് പറയാം, നമ്മൾക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയുടെ കല്യാണം തന്നെ ആയിരിക്കില്ല. അത് നല്ല രീതിയിൽ നടത്തണം എന്ന് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ മറ്റൊരാളെ കയ്യിൽ ആ കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് സ്വത്തോ സമ്പാദ്യം ഒന്നും കൊടുക്കുന്നതിലുപരി അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്പാദ്യം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും സ്വന്തമായിട്ടൊരു ജോലിയുമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമ്മളെ തൊട്ട് പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാം. ആരൊക്കെ നമ്മൾ വിട്ടു പോയാലും നമ്മുടെ കയ്യിലൊരു ജോബുണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വിദ്യാഭ്യാസമുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് മുന്നേറാം എന്നുള്ള ഒരു സ്ട്രെങ്ത്ത് പല പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ടൈമിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്ത് തൻ്റെ ജീവിതം എന്നുള്ള ഒരു ചിന്ത കൂടി ആ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല ആ അമ്മായിമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എന്നാണ് പറയണത്, 20 ദിവസമല്ല നീ എൻ്റെ മകൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ, നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ന്. ആ ഒരു സ്ത്രീയുടെ മനസ്സൊന്ന് ചിന്തിച്ച് നോക്കി. 20 ദിവസം അവരുടെ മകള് മറ്റൊരാളെ കൂടെ 20 ദിവസം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് പോരെ മകളെ എന്ന് അവർ പറയും അല്ലേ? അങ്ങനത്തെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പറഞ്ഞത് വരും. സ്വന്തം ഈ പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്താ അറിയുമോ, നിങ്ങൾ ഈ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന മക്കളെ നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ കാണണമെന്ന് പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്. മക്കളെപ്പോലെ നോക്കണമെന്ന്. നിങ്ങളങ്ങനെ സ്വന്തം മകളെപ്പോലെ നോക്കണമെന്നൊന്നുമില്ല. അവർ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന് കയറിയ പെൺകുട്ടിയാണ്. ആ ഒരു നിലയിലെങ്കിലും മറ്റൊരു എന്താ പറയുക ഒരു ജീവനാണ് എന്നുള്ളൊരു പരിഗണന നിങ്ങൾ കൊടുത്താൽ മതി അല്ലേ? നിങ്ങളെല്ലാ ആൺമക്കളുടെ അമ്മമാരും അല്ലെങ്കിൽ ഉമ്മമാരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ മകനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്, അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നോക്കി വളർത്തിയതെന്നൊക്കെ. ഇതേപോലെ തന്നെയാണ് ഓരോ പെൺകുട്ടികളെയും അവരുടെ ഉപ്പയും ഉമ്മയും അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വളർത്തിയത്. ഒരു കോമഡി ഞാൻ എവിടെയോ കേട്ടാണ് കേട്ടോ. അതായത് ഒരു അമ്മായിമ്മ മരുമകളെ എടുത്ത് പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടികളെയും അവരും കഷ്ടപ്പെട്ടിട്ട് തന്നെ വളർത്തി, അല്ലാതെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിലൊന്നും വാങ്ങുന്നതല്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് അനുഭവിച്ച പോലെ തന്നെ അവരെയും കഷ്ടപ്പെട്ട് വളർത്തുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്ന്. എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരുടെയും മക്കളെയും വളർത്തുന്നത് എന്നുള്ള ഒരു ചിന്ത വേണം. അത് മാത്രമല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ മക്കൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും ആൺകുട്ടികളെ, അതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ മരുമക്കളെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇനി താൻ പോയാൽ തൻ്റെ മകനെ നോക്കാനുള്ള ഒരു ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ വന്നു കയറുന്ന മരുമകളാണ്. അപ്പോൾ അവരുടെ എന്താ പറയുക നിങ്ങളുടെ മക്കൾ അവരുടെ കയ്യിൽ സേഫ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളതിനനുസരിച്ചുള്ള ആ ഒരു സ്നേഹം ഇത് അവരോട് കാണിച്ചാലാണ് അവരെന്നും നിങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇപ്പം തന്നെ അവരോട് തല്ലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർ അവരുടെ ലൈഫ് നോക്കി പോവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. എല്ലാവരുടെയും ജീവന് വലുതാണ്. നിങ്ങൾ വന്നു കയറുന്ന മക്കളെ മരുമകളായിട്ട് തന്നെ അംഗീകരിച്ചാൽ മതി. മകളായിട്ട് കാണണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. മരുമകളാണ്, മറ്റൊരു ജീവന് എന്താ പറയുക ഒരു ജീവനാണ്. മറ്റാളുകൾ വളർത്തി വലുതാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഒരു ജീവനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ മതി. പിന്നെ ആ പയ്യൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അവന് ഈ പെണ്ണ് കാണാൻ പോയി, നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസം കൂടെ താമസിച്ച് ഇതൊക്കെ കഴിഞ്ഞ് അവൻ ഗൾഫിലേക്ക് പോയപ്പോഴാണ് പെൺകുട്ടിയുടെ കളർ പോരാന്ന് അവന് തോന്നുന്നത്. അത്രയും കാലം അവൻ നോക്കിയത് കണ്ണോണ്ടൊന്നല്ലേ. എന്താ പറയല, ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ പ്രശ്നം എന്താണ് അതിനുള്ള തിരിച്ചടി നല്ല കൊടുക്കണം.